കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവരുന്ന ജീവനക്കാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇന്നലെ ആയിരുന്നു കൊച്ചിയിൽ 1:30 ഇത്തരത്തിൽ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ട ചരക്ക് കപ്പൽ, നൈജീരിയൻ കപ്പൽ അപകടത്തിൽപ്പെട്ടത്. ആ അപകടത്തിൽപ്പെട്ട കപ്പലിൽ 24 ജീവനക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ, ക്യാപ്റ്റൻ ഉൾപ്പെടെ 3 പേർ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുവാൻ വേണ്ടി ആ കപ്പലിൽ തന്നെ തുടരുകയായിരുന്നു. അവരെ ഇന്നാണ് രക്ഷിച്ചത്. ബാക്കി എല്ലാവരെയും കഴിഞ്ഞ ദിവസം തന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. എല്ലാവരെയും കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, വിശദാംശങ്ങൾ. ആര്യ, ഇപ്പോൾ കൊച്ചിയുടെ തീരത്തേക്ക് ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ജീവനക്കാരുമായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ICG അർണേഷ ഇവിടേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 21 ജീവനക്കാരാണ് ഇതിലുള്ളത്. 3 ക്യാപ്റ്റൻ അടക്കം ഏറ്റവും അവസാന ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയ 3 പേരെ നാവികസേന ആസ്ഥാനത്തേക്കാണ് എത്തിച്ചിട്ടുള്ളത്. മറ്റ് 21 പേരെയും രക്ഷപ്പെടുത്തിക്കൊണ്ട്, മുങ്ങുന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇതാ ഇപ്പോൾ കടന്നു പോകുന്നു. കോസ്റ്റ് ഗാർഡ് ജെട്ടിയിലേക്കാണ് ഇവർ എത്തിക്കുന്നത്. ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നതാണ് പൊതുവിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകളും അതോടൊപ്പം തന്നെ നാവികസേനയുടെ 1 കപ്പലുമാണ് ഈ ദൗത്യത്തിൽ പങ്കെടുത്തത്. കപ്പൽ, അതായത് കപ്പൽ മുങ്ങിയ കപ്പൽ അതിനെ തിരിച്ചെടുക്കാനുള്ള ഒരു അവസാന ശ്രമവും ഇന്നലെ രാത്രി എല്ലാം തന്നെ തുടർന്നിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി അത് കൂടുതൽ ചരിഞ്ഞതോടുകൂടിയാണ് ആ ദൗത്യം ഉപേക്ഷിക്കുകയും കപ്പൽ പൂർണ്ണമായും മുങ്ങുകയാണ് എന്ന് വ്യക്തമാവുകയും ചെയ്തത്. കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കുകയും ചെയ്തു. ഏതാണ്ട് 643ഓളം കണ്ടെയ്നറുകൾ അതിനകത്ത് ഉണ്ടായിരുന്നു. ഒപ്പം തന്നെയും ഫർണസ് ഓയിലും ഡീസലും അടക്കമുള്ള ഇന്ധനവും കപ്പലിൽ ഉണ്ട്. ഏതായാലും അത് കടലിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോകുന്നു. മറ്റ് കണ്ടെയ്നറുകൾ, അതിൽ ഗുരുതര സ്വഭാവമുള്ള വസ്തുക്കൾ അടങ്ങിയ 13 കണ്ടെയ്നറുകളാണ് ഉള്ളത്. അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നതിനെല്ലാം തന്നെ ഉറപ്പാക്കാനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ICG സക്ഷം എന്ന കപ്പൽ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ഇന്ധന ചോർച്ചയോ മറ്റോ ഉണ്ടോ എന്ന് പരിശോധിക്കലാണ് ഈ കപ്പലിന്റെ പ്രാഥമികമായ ദൗത്യം. അത് കോസ്റ്റ് ഗാർഡ് ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. യാതൊരു രീതിയിലുള്ള ഇന്ധന ചോർച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിലവിലുള്ള ഒരു ആശ്വാസമാണ്. നിലവിലെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ ആശ്വാസകരം തന്നെയാണ്. ഇനി ഇപ്പോൾ മറ്റ് കണ്ടെയ്നറുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതിൽ ശക്തമായ ഒഴുക്കിലാണ് പെട്ടിരിക്കുന്നത്. അത് ഒരു നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് രീതിയിലേക്ക്, ഏത് ദിശയിലേക്ക് സഞ്ചരിക്കുന്നു എന്നത് സംബന്ധിച്ച്. അതനുസരിച്ച് കൊച്ചിയുടെയും അതോടൊപ്പം എറണാകുളവും ആലപ്പുഴയും ഉൾപ്പെടുന്ന തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും MSC എൽസ 3 എന്ന കപ്പൽ അത് വീണ്ടെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ രക്ഷിക്കാനായ ക്യാപ്റ്റനും സംഘത്തിനും ഉണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിച്ചില്ല. കപ്പൽ നേരത്തെ ഉണ്ടായിരുന്നതിലും ഇന്ന് പുലർച്ചയോടുകൂടി എത്തുമ്പോൾ അത് കൂടുതൽ ചരിയുന്ന രീതിയിലേക്ക് വന്നിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് കപ്പൽ ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത്. അവസാനവട്ട ശ്രമവും നടത്തുമ്പോൾ തീരരക്ഷാസേനയുടെ 2 കപ്പലുകളും ഡോണയർ വിമാനവും നാവികസേനയുടെ 1 കപ്പലും ഹെലികോപ്റ്ററും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പൂർണ്ണമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട്, അവർക്ക് സഹായങ്ങൾ നൽകിക്കൊണ്ട്, ആത്മവിശ്വാസം നൽകിക്കൊണ്ട് ഈ നമ്മുടെ തീരദേശാസേനയും നാവികസേനയുടെയും സാന്നിധ്യം അവിടെ നിറഞ്ഞു നിന്നിരുന്നു. ഒപ്പം തന്നെ അതോടൊപ്പം തന്നെയാണ് അവർ രക്ഷാദൌത്യത്തിലും പങ്കെടുത്തത്. തീരരക്ഷാസേനയുടെ സൈനികർ അവർക്കൊപ്പം രക്ഷാദൌത്യത്തിൽ പങ്കെടുക്കുകയും മുഴുവൻ പേരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. ഏതാണ്ട് 38 നോട്ടിക്കൽ മൈൽ അകലെ ആഴക്കടലിലാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ നിമിഷ നേരം കൊണ്ട്, സന്ദേശം കിട്ടിയ നിമിഷ നേരം കൊണ്ട് കോസ്റ്റ് ഗാർഡിന്റെയും അതോടൊപ്പം തന്നെ നാവികസേനയുടെയും രക്ഷാദൌത്യം ആരംഭിക്കുകയും അവിടേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്തു. ആദ്യം ഡോണർ വിമാനങ്ങൾ പരിസരം നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെയാണ് കോസ്റ്റ് ഗാർഡിന്റെ
ഗാർഡിന്റെ 2 കപ്പലുകൾ അവിടേക്ക് എത്തുകയും ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ വളരെ ആശങ്കാജനകമായ ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. കാരണം ഈ കണ്ടെയ്നറുകൾ നിറഞ്ഞ കപ്പൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അതിലുണ്ടായിരുന്ന ജീവനക്കാർ അവരുടെ ഒരു അവസ്ഥ എന്താണ്, അവരെ ഏത് രീതിയിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നതെല്ലാം തന്നെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിൽ അപകടകരമായ കെമിക്കലുകൾ അടങ്ങിയ കണ്ടെയ്നറുകളും ഇതിലുണ്ട് എന്ന കാര്യം കൂടി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ മറ്റ് വിഷയങ്ങൾ ഒന്നുമില്ലാതെ, കാരണം അപകടാവസ്ഥ ഏതു സമയം തന്നെ ഉണ്ടാകും, അത്തരം കാര്യങ്ങൾ നിയന്ത്രിച്ച് നിർത്തുകയും വേണം. ഒപ്പം തന്നെ ഇതിലുള്ള മനുഷ്യജീവനുകൾ അത് സുരക്ഷിതമാക്കുകയും വേണം. അങ്ങനെ 2 കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തീർത്തും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സേനകൾ ഏറ്റെടുക്കുകയായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ ജീവനക്കാരെ മുഴുവൻ പേരെയും രക്ഷിക്കുകയാണ് തങ്ങളുടെ ദൗത്യം എന്നത് വിശദീകരിച്ചു. അത് പൂർത്തീകരിക്കാനും കഴിഞ്ഞു. ഇതിനുശേഷം ഇനിയുള്ളത് ഈ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ളൊരു നിരീക്ഷണവും സാഹചര്യവും എല്ലാമാണ് നടത്തേണ്ടത് എന്നതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഈ പരിസ്ഥിതി സംബന്ധമായ കാര്യങ്ങളിൽ, കടലിലെ മലിനീകരണം അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് കോസ്റ്റ് ഗാർഡാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രത്യേക കപ്പലായ ICG സക്ഷം അവിടെ തുടരുകയും ചെയ്യുന്നത്. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് അവർ കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഇന്ധന ചോർച്ചയില്ല എന്നൊരു റിപ്പോർട്ടാണ് അവർ നൽകിയിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ അവർ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ്, മറ്റു വിഷയങ്ങളൊന്നും തന്നെ ഇല്ല എന്നത് അവർ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും അതീവ ദുഷ്കരമായ ഒരു ദൗത്യം നമ്മുടെ സേനകൾ പൂർത്തീകരിച്ചിരിക്കുന്നു. തീർത്തും പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യത്തിൽ അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യജീവന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുന്നതെന്ന് സേന പ്രഖ്യാപിച്ചുകൊണ്ട് ആ ദൗത്യം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഇപ്പോൾ തീരത്തേക്ക് അടുക്കുന്നതാണ്. വൈകാതെ അവർ രക്ഷപ്പെടുത്തിയ ജീവനക്കാരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യും. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങിയെങ്കിലും അതിലെ എല്ലാ ജീവനക്കാരെയും 24 ജീവനക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. ഈ ജീവനക്കാരുമായി ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ കൊച്ചി തീരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കും യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരെയും കൈവീശി കാണിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ ഇപ്പോൾ കൊച്ചിൻ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, ഇനി നമുക്ക് മുന്നിലുള്ള ആശങ്ക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തീരത്തടിയുമെന്ന് പറഞ്ഞ കണ്ടെയ്നറുകളാണ്. തീരത്ത് ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്? അതോടൊപ്പം ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ജീവനക്കാരും ക്യാപ്റ്റനും അടക്കം ഈ തീരത്തേക്ക് എത്തിയതിനു ശേഷം ഈ അപകടവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? യെസ്, ഡാനി പോളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ലൈബീരിയൻ ചരക്ക് കപ്പൽ പൂർണ്ണമായും മുങ്ങിയെങ്കിലും ആ കപ്പലിലുണ്ടായിരുന്ന 24 പേരെയും ക്യാപ്റ്റൻ അടക്കം 24 ജീവനക്കാരെയും രക്ഷിക്കാൻ കഴിഞ്ഞു നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. അവരെ ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിൽ കൊച്ചിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടു കൂടി ജീവൻ തിരിച്ചു കിട്ടിയ ആ സന്തോഷത്തിൽ കൈകളൊക്കെ വീശി തീരത്തേക്ക് അടുക്കുന്ന ജീവനക്കാരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഡാനി പോൾ